മഹേഷ് നാരായണൻ എഴുതി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചലച്ചിത്രം പാട്രിയറ്റ് തിയേറ്ററിൽ മിക്സഡ് റിവ്യൂസ് നേടിയ ചലച്ചിത്രം ഇപ്പോൾ OTT-യിലൂടെ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ചലച്ചിത്രത്തിന്റെ കഥാസംഗ്രഹം ഒന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ഇന്ത്യൻ സർക്കാർ അതീവ രഹസ്യമായി വാങ്ങിയ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പെരിസ്കോപ്പ് എന്ന പേവെയർ അഥവാ സോഫ്റ്റ്വെയർ തങ്ങളുടെ ജീവിതം എങ്ങനെ തകർത്തുവെന്ന് ഇരകൾ വിവരിക്കുന്നതിൽ നിന്നുമാണ്. മാധ്യമപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും സാധാരണക്കാരായ പൗരന്മാരും തങ്ങൾ നേരിട്ട നിരീക്ഷണങ്ങളെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും ബ്ലാക്ക് മെയിലിംഗിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഒളിച്ചുവെക്കാൻ എന്തെങ്കിലുമുള്ളവർ മാത്രമേ സ്വകാര്യതയെക്കുറിച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ സ്വകാര്യത ആശങ്കകളെ തള്ളിക്കളഞ്ഞു. ഈ വിവാദം ഒടുവിൽ കേന്ദ്രമന്ത്രി നളിനി രാമകൃഷ്ണന്റെ മുന്നിലുമെത്തി. അവർ പ്രതിരോധ മന്ത്രി JP സുന്ദരത്തെ അഥവാ GPS-നെ എതിരിട്ടു. അന്നൊരു രക്തസാക്ഷി ദിനമായിരുന്നു. GPS-ന് നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് നളിനിക്ക് അറിയണമായിരുന്നു. സാധാരണ പൗരന്മാർക്കെതിരെ തന്റെ രാഷ്ട്രീയ ജീവിതത്തെയും ഇമേജുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി GPS പെരിസ്കോപ്പ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചത് നളിനി രാമകൃഷ്ണൻ ശ്രദ്ധിച്ചിരുന്നു. നളിനി രാമകൃഷ്ണൻ വൈകാതെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയാകുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ തനിക്ക് ഇതിനുള്ള മറുപടി കൃത്യമായി കിട്ടിയിരിക്കണം എന്ന് GPS-നെ നളിനി ഭീഷണിപ്പെടുത്തി. സാധാരണ പൗരന്മാർക്കെതിരെ പെരിസ്കോപ്പ് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് താൻ പരസ്യമാക്കും എന്നവർ പറയുകയും ചെയ്തു. പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവുന്നതിന് മുമ്പ് നളിനി ഡിഫൻസ് റിസർച്ച് വിംഗ് അഥവാ DRW ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡാനിയൽ ജെയിംസിനെ രഹസ്യമായി വിളിച്ചുവരുത്തി കണ്ടു. പെരിസ്കോപ്പ് ഉപയോഗിക്കാൻ രാജ്യം തീരുമാനിച്ചപ്പോൾ അനുമതി നൽകാൻ നളിനിയുടെ കൂടെ നിന്ന് സഹായിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. നളിനി അതിനോടകം ഓഫീസിലുള്ള തന്റെ ആളെയൊക്കെ ഉപയോഗിച്ച് പെരിസ്കോപ്പിന്റെ നിയന്ത്രണം തന്റെ മകൻ ശക്തി സുന്ദരത്തിന്റെ IT കമ്പനിയായ ശക്തി സൊല്യൂഷൻസിന് കൈമാറാൻ GPS പദ്ധതിയിടുന്ന വിവരം മനസ്സിലാക്കിയിരുന്നു. വന്നെത്തിയ ഡാനിയലിനോട് സൗഹൃദഭാവേന സംസാരിച്ചു തുടങ്ങിയ അവർ പിന്നാലെ ആ കാര്യം രഹസ്യമായി പറഞ്ഞു. നളിനിയുടെ ഫോണും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം നളിനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് ഡാനിയലിനോട് അവർ സംസാരിച്ചത്. തന്റെ ഫോണും പരിശോധനയ്ക്കായി ഡാനിയലിന് കൊടുത്തു. ആ കൂട്ടത്തിൽ ആ ഒരു സ്പൈവെയർ ലക്ഷ്യമിട്ട് പൗരന്മാരുടെ പൂർണ്ണമായ പട്ടിക വീണ്ടെടുക്കാനും അത് പരിശോധിക്കാനും അവർ ഡാനിയലിന് നിർദ്ദേശം നൽകി. തിരികെ ഓഫീസിലെത്തിയ ഡാനിയൽ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. അതീവ രഹസ്യ വിവരങ്ങൾ തന്റെ ഓഫീസിൽ നിന്ന് വിദഗ്ധമായി ഡാനിയൽ ഒളിച്ചു കടത്തി. പിന്നീട് UK-യിലെ സൈബർ സുരക്ഷാ ഗവേഷകരായ ഡോക്ടർ ആയിഷ ഇക്ബാലിന്റെയും ഡോക്ടർ സ്കോട്ടിന്റെയും സഹായത്തോടെ പെരിസ്കോപ്പിന്റെ ദുരുപയോഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആയിഷ ഇക്ബാലും ഡോക്ടർ സ്കോട്ട് ജെൻകിൻസും ലണ്ടനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരാണ്. സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഡാനിയലിന് തങ്ങളുടെ ലണ്ടൻ സർവകലാശാലയിൽ ഒരു അധ്യാപക ജോലിയും റിട്ടയർമെന്റിന് ശേഷം അവർ വാഗ്ദാനം ചെയ്തു. താൻ അതിനെപ്പറ്റി ആലോചിക്കട്ടെ എന്നായിരുന്നു ഡാനിയൽ പറഞ്ഞത്. അന്വേഷണം ഒരു വശത്ത് തുടരുകയായിരുന്നു. ഇതിനിടയിൽ നളിനിയുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായി. കൂട്ടത്തിൽ പെരിസ്കോപ്പിന്റെ ദുരുപയോഗത്തെപ്പറ്റിയും കൃത്യമായ തെളിവുകൾ ലഭിച്ചു. ഈ സമയത്താണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ പെട്ടെന്നുണ്ടായ അണുബാധയെ തുടർന്ന് നളിനി നിഗൂഢമായ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി ഡാനിയൽ അറിയുന്നത്. അതൊരു കൊലപാതകമാണ് എന്ന് അദ്ദേഹം സംശയിച്ചു. പിന്നീട് ശക്തി സൊല്യൂഷൻസ് സംഘടിപ്പിച്ച ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്ത അദ്ദേഹം സമാജ് സേവ എന്ന രാജ്യവ്യാപകമായ ഡിജിറ്റൽ ക്ഷേമ പദ്ധതി അവതരിപ്പിക്കുന്ന ആകർഷകമായ വ്യക്തിത്വമുള്ള ബുദ്ധിമാനായ സാങ്കേതിക സംരംഭകൻ ശക്തി സുന്ദരത്തെ കണ്ടുമുട്ടി. അതവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയൊന്നുമായിരുന്നില്ല. ഡാനിയൽ ശക്തി സുന്ദരത്തെ കുട്ടിക്കാലം മുതൽ കണ്ട കാര്യം ഓർത്തെടുത്തു. പക്ഷേ അവർ തമ്മിലുള്ള കണ്ടുമുട്ടലിൽ അടയാളപ്പെടുത്തേണ്ടിയിരുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ശക്തി സുന്ദരം ഒരു ആർമി പൈലറ്റ് ആവാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്ന സമയം ഒരു ഫൈറ്റർ ജെറ്റ് പറത്തുന്നതിനിടയിൽ ശക്തി സുന്ദരത്തിന്റെ ആ ഫൈറ്റർ ജെറ്റിന്റെ കോക്പിറ്റിൽ തീപിടുത്തമുണ്ടായി. അയാൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഡാനിയലിന് വേണമെങ്കിൽ എജക്ട് ചെയ്ത് രക്ഷപ്പെടാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ആ വിമാനം നഷ്ടപ്പെടും. മാത്രമല്ല അത് വന്ന് വീഴുക വളരെ വലിയ മധുര റിഫൈനറിയിലേക്കുമായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ വലിയൊരു ദുരന്തമുണ്ടാകും. അന്ന് അതിൽ നിന്ന് ശക്തി സുന്ദരത്തെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത് ഡാനിയലായിരുന്നു. ഡാനിയലും അവിടുണ്ടായിരുന്ന മൈക്കിൾ ദേവസി എന്ന കൺട്രോളിംഗ് ഓഫീസറും ചേർന്ന് അതിനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടയിൽ ശക്തിയുടെ പിതാവായ രാഷ്ട്രീയക്കാരൻ GPS-ന്റെ ഒരു ഫോൺ കോളും ഡാനിയലിനെ തേടി എത്തിയിരുന്നു. പക്ഷേ ഡാനിയൽ ശക്തിയെ സുരക്ഷിതമായി താഴെയിറക്കും എന്ന് GPS-ന് ഉറപ്പുകൊടുത്തു. പറഞ്ഞ പോലെ തന്നെ തന്റെ മികച്ച ഇൻസ്ട്രക്ഷനിലൂടെ വിമാനം കൺട്രോളിലെത്തിക്കാനും സുരക്ഷിതമായി ശക്തിയെ താഴെയിറക്കാനും അന്ന് ഡാനിയലിന് സാധിച്ചു. മികച്ച കഴിവുകളുള്ള
ശക്തിക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാതെ ശക്തിയെ സംരക്ഷിച്ച് ആർമിയിൽ നിർത്താൻ അന്ന് ഡാനിയൽ ശ്രമിച്ചിരുന്നു. പക്ഷേ GPS തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി വ്യോമസേന ഉപേക്ഷിച്ച് സാങ്കേതിക ലോകത്തേക്ക് വരാൻ ശക്തിയെ നിർബന്ധിച്ചു. ശക്തി അങ്ങനെ ആർമി വിട്ടു. അന്നത്തെ ഉച്ചകോടി കഴിഞ്ഞ ശേഷം ശക്തി DRW മേധാവി ശ്രീധരനുമായി സംസാരിച്ചു. നളിനിയുടെ മരണത്തെപ്പറ്റിയും പെരിസ്കോപ്പിന്റെ ദുരുപയോഗത്തെപ്പറ്റിയും എടുത്തു പറഞ്ഞ ഡാനിയൽ തന്റെ പക്കൽ പെരിസ്കോപ്പ് ചാരവൃത്തി ചെയ്യാൻ ലക്ഷ്യമിട്ടവരുടെ പട്ടികയുണ്ടെന്നും ആ പദ്ധതി സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ തന്റെ കയ്യിലുള്ള വിവരങ്ങൾ താൻ പുറത്തുവിടുമെന്നും പറഞ്ഞു. എന്നാൽ ശ്രീധരൻ ഡാനിയലിനെ തള്ളുകയായിരുന്നു ചെയ്തത്. നേരെ ആ വിവരം JPSന്റെ അടുത്തെത്തിച്ച ശ്രീധരൻ ഡാനിയലിനെ ചതിച്ചു. അതേസമയം പഴയ IAF ഓഫീസറായിരുന്ന മൈക്കിൾ ദേവസി അതെല്ലാം ഉപേക്ഷിച്ച് ശക്തി സൊല്യൂഷൻസിൽ ശക്തിയുടെ കൂടെ ജോയിൻ ചെയ്തിരുന്നു. ഡാനിയൽ തങ്ങളുടെ കൂടെയുള്ള വ്യക്തിയല്ല, അവൻ വിമതനായിരിക്കുന്നു എന്ന് മനസ്സിലായതും ഡാനിയൽ അവരുടെ നിരീക്ഷണ വലയത്തിലെത്തി. നിരീക്ഷണ ഉപകരണങ്ങളിലൂടെയും ഏജന്റുമാരിലൂടെയും ഡാനിയലിനെ നിരീക്ഷിക്കാൻ അവർ ആരംഭിച്ചു. തന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഡാനിയലും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അതോടെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ നശിപ്പിച്ച അയാൾ പിന്തുടർന്നവരിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടു. പിന്നാലെ അദ്ദേഹം തന്റെ സർക്കാർ ജോലി രാജിവെച്ച് ലണ്ടനിലെ അധ്യാപക ജോലി സ്വീകരിച്ച് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷപ്പെടുന്നതിനിടയിൽ വിമാനത്തിൽ വെച്ച് തന്നെ വിമതൻ എന്ന പേരിൽ അദ്ദേഹം ഒരു യൂട്യൂബ് ബ്ലോഗ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തു. അത് പെരിസ്കോപ്പിനെ പറ്റിയുള്ളതായിരുന്നു. തന്റെ ഒപ്പിലാണ് പെരിസ്കോപ്പിന് അനുമതി നൽകിയതെന്ന് അദ്ദേഹം അതിൽ പരസ്യമായി സമ്മതിച്ചു. ദേശീയ സുരക്ഷയ്ക്കായി ഉദ്ദേശിച്ച സ്പൈവെയർ പെരിസ്കോപ്പ് നളിനി ഉൾപ്പെടെയുള്ള നിരപരാധികളായ പൗരന്മാർക്കെതിരെയാണ് ഉപയോഗിച്ചതെന്ന് ആ വീഡിയോ വ്ലോഗിൽ സമ്മതിച്ച അദ്ദേഹം നിരീക്ഷണ പട്ടിക മുഴുവൻ ഓൺലൈനിൽ ചോർത്തുകയും ചെയ്തു. ആ ലിസ്റ്റിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കൊല്ലപ്പെടാത്തവർ സൂക്ഷിക്കണം എന്നും അദ്ദേഹം സന്ദേശം പകർന്നു നൽകി. വിവരം പുറത്തു വന്നതും JPS അടക്കം പറഞ്ഞത് ഡാനിയൽ ഒരു രാജ്യദ്രോഹിയാണ് എന്ന തരത്തിലായിരുന്നു. പിന്നീട് ഒരു വർഷക്കാലത്തിനു ശേഷം ഡാനിയൽ ഇപ്പോൾ ലണ്ടനിൽ തുടരുകയാണ്. അവിടുത്തെ കോളേജിൽ അദ്ദേഹം ഇപ്പോൾ അധ്യാപകനാണ്. വിമതൻ എന്ന പേരിൽ ആരംഭിച്ച യൂട്യൂബ് ചാനൽ സക്സസ്ഫുള്ളായി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തായിരുന്ന ആയിഷ ഇപ്പോൾ ഡാനിയലിന്റെ പാർട്ട്ണറാണ്. ഡാനിയൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നതോടൊപ്പം നിരീക്ഷണങ്ങളെക്കുറിച്ചും ഡിജിറ്റൽ സ്വകാര്യതയെക്കുറിച്ചും സംസാരിക്കുന്ന യൂട്യൂബ് ചാനലും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തന്റെ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിനിടയിൽ കേരളത്തിൽ നിന്നുള്ള 16 വയസ്സുകാരിയായ ആതിരയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പെരിസ്കോപ്പ് സ്പൈവെയർ ബാധിച്ച ഒരു പാവം പെൺകുട്ടിയാണ് അവൾ. സർക്കാർ നൽകിയ ലാപ്ടോപ്പ് ഉപയോഗിച്ച ശേഷം ഓൺലൈനിൽ അശ്ലീല ചിത്രങ്ങൾ വിറ്റുവെന്ന വ്യാജകുറ്റം ചുമത്തപ്പെട്ട പെൺകുട്ടി. ശക്തി സൊല്യൂഷൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ലോൺ ആപ്പിൽ നിന്നുള്ള കടക്കിണിയിൽ അവളുടെ പിതാവ് അകപ്പെട്ടിരുന്നു. ആ പെൺകുട്ടി സ്വകാര്യ ദൃശ്യങ്ങൾ വിറ്റു എന്ന വിവാദമുണ്ടായതും അപമാനം സഹിക്കാൻ വയ്യാതെ ആ പിതാവ് ആത്മഹത്യ ചെയ്തു. നിരീക്ഷണത്തിലൂടെയും ബ്ലാക്ക്മെയിലിംഗിലൂടെയും സാമ്പത്തിക ചൂഷണത്തിലൂടെയും ശക്തി സൊല്യൂഷൻസ് ദുർബലരായ പൗരന്മാരെ ചൂഷണം ചെയ്യുകയാണെന്ന് ഡാനിയൽ പരസ്യമായ ലൈവിലൂടെ കുറ്റപ്പെടുത്തി. തൊട്ടു പിന്നാലെ സ്പൈവെയറിനെ കുറിച്ച് അന്വേഷിച്ചിരുന്ന മരണപ്പെട്ട ശക്തി സൊല്യൂഷൻസിലെ ഡാറ്റ അനലിസ്റ്റ് ജ്യോതി കുര്യന്റെ ഫോൺ അദ്ദേഹത്തിന് ലഭിച്ചു. അത് അയച്ചതാകട്ടെ മൈക്കിൾ ദേവസിയുമായിരുന്നു. ജ്യോതി കുര്യൻ മൈക്കിൾ ദേവസിയുടെ പാർട്ട്ണറായിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കുകളിലേക്ക് നീങ്ങുന്നു. ജ്യോതി നിലവിൽ ശക്തിയുടെ സെക്രട്ടറിയായി ജോലി നോക്കുന്ന മൈക്കിളിന്റെ കാമുകിയായിരുന്നു. മൈക്കിൾ ശക്തി കോർപ്പറേഷന് വേണ്ടിയാണ് ജോലി നോക്കുന്നതെങ്കിലും ശക്തി കോർപ്പറേഷൻ പെരിസ്കോപ്പ് ദുരുപയോഗം ചെയ്യുന്നതിലും മറ്റും മൈക്കിളിന് കടുത്ത മാനസിക വിഷമമുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കമ്പനിയുടെ പോളിസികളിൽ ഒപ്പുവെച്ചിരുന്ന മൈക്കിളിന് ഒന്നും തന്നെ പുറത്തു പറയാൻ സാധിക്കുമായിരുന്നില്ല. അതേസമയം ജ്യോതിക്കാകട്ടെ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു അറിവുമില്ല. ജ്യോതി കമ്പനിയിലെ ഒരു ഡാറ്റ അനലിസ്റ്റ് മാത്രമായിരുന്നു. ജ്യോതിയുടെ നേതൃത്വത്തിലായിരുന്നു സർക്കാർ നൽകിയ ലാപ്ടോപ്പുകൾ ശക്തി കമ്പനി വിതരണം ചെയ്തത്. ജ്യോതിയായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ആതിര അറസ്റ്റ് ചെയ്യപ്പെട്ടതും അവളുടെ മാതാവും നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരനും ജ്യോതിയെ കാണാനെത്തി. അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി. അറിഞ്ഞ വിവരങ്ങളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയ ജ്യോതി അവരുടെ കോളനിയിലേക്ക് ചെന്നു. നല്ല രീതിയിൽ പഠിക്കുന്ന ആതിര അത്തരത്തിലൊരു കാര്യം ചെയ്യില്ലെന്ന് അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ ജ്യോതിക്ക് മനസ്സിലായി. കുട്ടികൾക്ക് സർക്കാർ നൽകിയ ലാപ്ടോപ്പുകളിൽ പെരിസ്കോപ്പ് സ്പൈവെയർ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ജ്യോതി കണ്ടെത്തി. പിന്നീട് മൈക്കിളുമായി അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ഉപകരണങ്ങളിലേക്കും സ്വകാര്യതയിലേക്കും ശക്തി സൊല്യൂഷൻസിന് പൂർണ്ണമായ പ്രവേശനമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കമ്പനിക്ക് പെരിസ്കോപ്പുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന തെളിവുകൾ ജ്യോതി കണ്ടെത്തിയപ്പോ അവൾ ഇതിനെപ്പറ്റി മറ്റാരോടും സംസാരിക്കില്ല എന്ന കാര്യം ഉറപ്പാക്കാൻ ശക്തി മൈക്കിളിനെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടു. അതിലൊരു ഭീഷണി സ്വരം കൂടി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ മൈക്കിൾ ജ്യോതിക്കടുത്തെത്തി. പക്ഷേ അതിനോടകം ജ്യോതിയുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവൾ നിരീക്ഷണത്തിലാണ് എന്ന് മൈക്കിൾ മനസ്സിലാക്കി.
മനസ്സിലാക്കി. അവളുടെ ഫോണടക്കം സിഗ്നലുകൾ കട്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് അവൾക്ക് വാണിംഗ് കൊടുക്കാൻ മൈക്കിൾ ശ്രമിച്ചു. പക്ഷേ ജ്യോതിയാകട്ടെ അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. തന്റെ സുരക്ഷയേക്കാൾ ശക്തിയോടുള്ള വിശ്വസ്തതയ്ക്കാണ് മൈക്കിൾ മുൻഗണന നൽകിയത് എന്ന് കരുതിയ ജ്യോതി അവനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തൊട്ടു പിന്നാലെ അവൾ നിഗൂഢമായ സാഹചര്യത്തിൽ മരണപ്പെടുകയായിരുന്നു. മൈക്കിളുമായി വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച ഡാനിയൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന മരണപ്പെട്ട് വീണ സമയത്ത് ജ്യോതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ഫൂട്ടേജസ് വാങ്ങി കണ്ടു. അതിൽ അവളുടെ മുഖം അയാൾ ശ്രദ്ധിച്ചു. മുഖം ഒരു വശത്തേക്ക് കോടിയിട്ടുണ്ട്. നളിനി കൊല്ലപ്പെട്ടപ്പോഴും അത് കണ്ടിരുന്ന ഡാനിയൽ അതോടെ ആ കാര്യങ്ങളിൽ പൂർണ്ണമായി സംശയിച്ചു. മൈക്കിളിനെ ആദ്യം വിശ്വസിക്കാതിരുന്ന അയാൾ മൈക്കിൾ ജ്യോതിക്ക് വേണ്ടി റിഡംഷൻ ചെയ്യുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ശക്തി സൊല്യൂഷൻസിനെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ ഡാനിയലിന് യൂട്യൂബർമാരുടെ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കാൻ ഒരു ക്ഷണമെത്തിയിരുന്നു. അത് ശക്തി സൊല്യൂഷൻസ് ആയിരുന്നു സ്പോൺസർ ചെയ്തത്. ആദ്യം അതിൽ പങ്കെടുക്കണ്ട എന്ന് കരുതിയിരുന്ന ഡാനിയൽ ശക്തിയെ പരസ്യമായി തുറന്നു കാട്ടാൻ തീരുമാനിച്ചതും അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ആ ഉച്ചകോടിയിൽ വെച്ച് വേദിയിൽ കയറി സംസാരിക്കാൻ പോയ ഡാനിയൽ പെരിസ്കോപ്പിന്റെ നിയന്ത്രണം 10 വർഷത്തേക്ക് ശക്തി സൊല്യൂഷൻസിന് കൈമാറിയിരുന്ന രഹസ്യകരാർ പുറത്തുവിട്ടു. കൂട്ടത്തിൽ അതിനുശേഷം കമ്പനിക്ക് വന്ന വളർച്ചയെപ്പറ്റിയും വരുമാന വളർച്ചയെപ്പറ്റിയും എടുത്തു പറഞ്ഞു. ആ സംസാരം ശക്തി ലൈവായി കണ്ടിരുന്നു. അത് കണ്ടതും കൂടുതൽ അയാൾ സംസാരിച്ചാൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ശക്തി അവിടെ വെച്ച് തന്നെ അയാളുടെ സ്പീച്ച് അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു. ഡാനിയലിനെ വേദിയിൽ നിന്നും മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങോട്ടേക്ക് പോരുമ്പോഴേ വിവാദങ്ങൾ വേണ്ടെന്ന് ഡാനിയലിന്റെ പാർട്ണർ ആയിഷ പറഞ്ഞതായിരുന്നു. പക്ഷേ ഡാനിയൽ അതൊന്നും കേട്ടില്ല. എന്തായാലും ലണ്ടനിലേക്ക് തിരികെ പോകാൻ അവർ തീരുമാനിച്ച് എയർപോർട്ടിലെത്തി. പക്ഷേ അവർ ബോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ പ്രാങ്കിന്റെ ഭാഗമായി 2 പെൺകുട്ടികൾ ഓടിവന്ന് ഡാനിയലിന്റെ മുഖത്ത് ഒരു ക്രീം തേച്ചു. വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന മറ്റൊരു യൂട്യൂബർ അതൊരു പ്രാങ്കാണെന്ന് പറഞ്ഞതോടെ എല്ലാവരും അത് വിട്ടുകളഞ്ഞു. പക്ഷേ അതിനുശേഷം ഡാനിയലിന് വല്ലാത്ത തളർച്ച തോന്നാൻ തുടങ്ങി. ഷുഗർ കുറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് ഡാനിയൽ ഒരു മരുന്ന് കഴിക്കുകയും ചെയ്തു. പിന്നീട് ഡാനിയൽ ടോയ്ലറ്റിൽ പോയി. പക്ഷേ കുറെ സമയം കഴിഞ്ഞിട്ടും ഡാനിയലിനെ തിരിച്ചു കാണുന്നുണ്ടായിരുന്നില്ല. ആയിഷ അവിടെയുള്ള ഒരു പരിചയക്കാരന്റെ സഹായത്തോടെ എംബസി ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ഡാനിയലിനെ തിരഞ്ഞെങ്കിലും ഡാനിയലിനെ ടോയ്ലറ്റിൽ കണ്ടില്ല. പിന്നീടാണ് വ്യക്തമായത് ഡാനിയലിന്റെ ദേഹത്ത് പ്രാങ്ക് മുഖേന തേക്കപ്പെട്ടത് നെർവുകളെ ബാധിക്കുന്ന VX എന്നൊരു വിഷമാണ്. അത് നിർമ്മിച്ചതും ഇന്ത്യയിൽ തന്നെ. മാത്രമല്ല ഒരു ബോഡി ഡബിൾ ഉപയോഗിച്ച് CCTV ദൃശ്യങ്ങൾ കൃത്രിമമായി നിർമ്മിച്ച് എയർപോർട്ടിൽ നിന്നും ഡാനിയലിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട്. ഇതിനിടയിൽ നാട്ടിൽ നിന്നും JPSന്റെ ഒരു ട്വീറ്റ് വന്നു. വിമതൻ ചെയ്ത ട്വീറ്റ് JPS റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഡാനിയലിനെ ഇന്ത്യയിലേക്ക് വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ ചെയ്ത തെറ്റ് അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല ചികിത്സ ഇവിടെ ഉറപ്പാക്കും എന്ന തരത്തിലാണ് JPS ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആയിഷയ്ക്ക് സംശയം തോന്നി. അക്കാര്യം ഡാനിയലിന്റെ സുഹൃത്തു കൂടിയായ എംബസി ഓഫീസറെ ആയിഷ അറിയിച്ചതും അവർ ഡാനിയലിനെ തിരയാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഡാനിയലിനെ ഒരു സംഘം ചാർട്ടർഡ് ഫ്ലൈറ്റിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. പക്ഷേ ഇതിനിടയിൽ അവരൊരു കാര്യം കൂടി മനസ്സിലാക്കി. ഡാനിയൽ VX വിഷം ദേഹത്തായതും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാൾ കഴിച്ചത് ഷുഗറിന്റെ മരുന്നല്ല, മറിച്ച് ആ വിഷത്തിനെതിരെയുള്ള ആന്റിഡോട്ടാണ്. അതായത് ഡാനിയൽ സേഫ് ആണ്. ഇതേസമയം ഡാനിയൽ മറുഭാഗത്ത് പ്രൈവറ്റ് എയർക്രാഫ്റ്റിനകത്ത് ബോധം തെളിഞ്ഞുണർന്നു. അതിനകത്തുണ്ടായിരുന്ന ശക്തിയുടെ ആൾക്കാരുമായി അയാൾ കനത്ത സംഘട്ടനത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ ഒരു ഘട്ടത്തിൽ പാരച്യൂട്ടുമെടുത്ത് പുറത്തേക്ക് ചാടി. ഡാനിയലിനെ കാണാതെ ആയിഷ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. JPSും സംഘവും ഡാനിയലിനെ കൊല്ലാനാണ് പോകുന്നത് എന്ന് ആയിഷ ചിന്തിച്ചു. ഇന്ത്യയിലെത്തിയ ആയിഷ ഡാനിയൽ ആശുപത്രിയിലുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നതറിഞ്ഞ് അങ്ങോട്ടേക്കെത്തി ഡാനിയലിനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ആയിഷ ഡാനിയലിന്റെ ഒഫീഷ്യൽ പാർട്ണർ അല്ലാത്തതുകൊണ്ട് JPSും മറ്റും അതിന് വിസമ്മതിച്ചു. അവിടെ ഡാനിയലിന്റെ മുൻ ഭാര്യ ലതിക ഇരിക്കുന്നുണ്ടായിരുന്നു. ലതിക ആയിഷയെ തന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം ഒരു കാര്യം ആയിഷയോട് വ്യക്തമാക്കി. ഡാനിയൽ ഈ ആശുപത്രിയിലില്ല. എവിടെയാണോ ഉള്ളത് അവിടെ അയാൾ സുരക്ഷിതനുമായിരിക്കും. ഇതെല്ലാം JPSന്റെ കളികൾ മാത്രമാണ്. ലതിക ആയിഷയെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ആശുപത്രിയിലേക്കായിരുന്നു. അവിടെ വെച്ച് ആയിഷ ആതിരയെ നേരിട്ട് കണ്ടു. ആതിരയെ കൊല്ലാൻ വേണ്ടി ശക്തി സൊല്യൂഷൻസും JPSും ഒരു കളി നടത്തിയിരുന്നു. ലതികയാണ് ആതിരയ്ക്ക് വേണ്ടി കേസ് കോടതിയിൽ വാദിക്കുന്നത്. ശക്തി സൊല്യൂഷൻസിനെതിരെ മൊഴി നൽകാൻ ആതിര തയ്യാറായി കഴിഞ്ഞിരുന്നു. പക്ഷേ ആതിരയെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിച്ചതോടെയാണ് വ്ലോഗ് ചെയ്യാൻ വേണ്ടി ലതിക ഡാനിയലിനോട് ആവശ്യപ്പെട്ടത്. ഡാനിയൽ അങ്ങനെയാണ് ആ വ്ലോഗ് ചെയ്യുന്നതും. ആതിര കോടതിയിൽ മൊഴി നൽകിയാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. ഡാനിയൽ അതാണ് ആഗ്രഹിക്കുന്നത്. ഏറെക്കുറെ ഇതേ സമയത്ത് ഡാനിയൽ JPSന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ട്വീറ്റും ചെയ്തു. വിമതൻ തന്റെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയിരിക്കുന്നു. JPS നല്ല രീതിയിൽ പരിഭ്രാന്തിയിലായി. കൂട്ടത്തിൽ
ശക്തിയും തന്റെ കയ്യിലുള്ള സാങ്കേതിക വിദ്യയും ആളുകളെയും ഒക്കെ ഉപയോഗിച്ച് ഡാനിയൽ എവിടെയെന്ന് കണ്ടെത്താൻ ശക്തി ശ്രമം ആരംഭിച്ചു. തന്റെ അന്വേഷണത്തിനിടയിൽ ഡാനിയലിനെ ആരോ സഹായിക്കുന്നുണ്ട് എന്ന കാര്യം ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വൈകാതെ അതാരാണെന്ന് വ്യക്തമായി. കിടപ്പിലായ മുൻ സൈനിക ഇൻസ്ട്രക്ടറും ഡാനിയലിന്റെ അടുത്ത സുഹൃത്തുമായ കേണൽ റഹീം നായിക്കായിരുന്നു അത്. മുമ്പ് വ്യോമസേനയിൽ വെച്ച് മൈക്കിളിനും ശക്തിക്കും പരിശീലനം നൽകിയത് അതേ റഹീമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 12 സൈനികരുടെ മരണത്തിന് കാരണമായ പരാജയപ്പെട്ട ഒരു സൈനിക ഓപ്പറേഷന്റെ കുറ്റം റഹീമിന്റെ മേൽ ചുമത്തപ്പെടുകയും അദ്ദേഹത്തെ തഴയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വലതുകാൽ ആ ഓപ്പറേഷനിലായിരുന്നു നഷ്ടപ്പെട്ടത്. ഇന്ത്യയുടെ സിസ്റ്റം അതോടെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. പാട്രിയറ്റായ അദ്ദേഹം ഒരിക്കലും രാജ്യത്തെ കുറ്റം പറഞ്ഞില്ല, രഹസ്യങ്ങൾ സംരക്ഷിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലായതും ശക്തി മൈക്കിളിനെ അന്വേഷിച്ചു. പക്ഷേ മൈക്കിൾ മിസ്സിംഗ് ആയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശക്തി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. മൈക്കിളാണ് ഡാനിയലിന് ശക്തി സൊല്യൂഷൻസും ഗവൺമെന്റും തമ്മിൽ സൈൻ ചെയ്ത് കോൺട്രാക്ട് കൈമാറിയത്. മൈക്കിൾ ശക്തി ഗ്രൂപ്പിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതോടെ മൈക്കിളിനെ കൂടി കണ്ടെത്താൻ ശക്തി തന്റെ ആളുകൾക്ക് ഉത്തരവ് കൊടുത്തു. മറുവശത്ത് വിമാനത്തിൽ നിന്ന് എടുത്തു ചാടിയിരുന്ന ഡാനിയൽ കടലിലായിരുന്നു ചെന്നു വീണത്. കൃത്യം കാൽക്കുലേഷനിൽ കൃത്യസമയത്തായിരുന്നു അയാൾ ചാടിയത്. മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തെ രക്ഷപ്പെട്ടതും റേഡിയോ ഡിവൈസുകൾ ഉപയോഗിച്ച് റഹീമിന് വേണ്ട നിർദ്ദേശം ഡാനിയൽ കൈമാറി. അതോടെ റഹീം ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. മുമ്പ് ഡാനിയൽ പറഞ്ഞതനുസരിച്ച് റഹീമിൽ നിന്ന് കോള് വന്നതും മൈക്കിൾ പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ റഹീമിനെ മൈക്കിൾ പിക്ക് ചെയ്തു. പിന്നാലെ അവർ ഡാനിയൽ സുരക്ഷിതമായുള്ള ഇടത്തെത്തി. അവർ മൂവരും ഒന്നിച്ച് ശക്തി സൊല്യൂഷൻസിനെതിരെയുള്ള പ്രധാന പ്രതിരോധ നിരയായി മാറി. പക്ഷേ വിഷമേറ്റിട്ടുള്ള ഡാനിയലിന് എത്രയും പെട്ടെന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമായിരുന്നു. എന്നാലേ ശരീരത്തിൽ അവശേഷിക്കുന്ന വിഷാംശം നീക്കം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഡാനിയലിനെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു. മറുവശത്ത് ശക്തിയാകട്ടെ മൈക്കിളിനെ ട്രാക്ക് ചെയ്തു. മൈക്കിൾ ഒരു റെന്റൽ കാറായിരുന്നു എടുത്തിരുന്നത്. അതോടെ ശക്തിയുടെ ആളുകൾ അവരെ കൊന്നുതള്ളാനുള്ള ലക്ഷ്യത്തോടെ അവരുടെ പിന്നാലെ എത്തി. ശക്തമായ ചേസിങ്ങും ഏറ്റുമുട്ടലും നടന്നു. ഒടുവിൽ അവർ കണ്ണൂരിലെ ഒരു മിലിറ്ററി നഴ്സിംഗ് ഹോമിലേക്ക് എത്തിച്ചേർന്നു. ഡാനിയൽ റഹീമിന്റെ സഹായത്തോടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വിധേയനായി. അതിനേകദേശം 3-3.5 മണിക്കൂർ എടുക്കും. ആ സമയം അവിടെയുള്ള മൈക്കിളിന് ഉപയോഗിക്കാം. അവിടുത്തെ ലാൻഡ് മുഖേന കടന്നുകയറി ശക്തി സൊല്യൂഷൻസിന്റെ രഹസ്യങ്ങൾ പുറത്തെത്തിക്കാൻ കൃത്യമായി മൈക്കിളിന് കഴിയും. പെരിസ്കോപ്പ് GPS നദിരത്തിനെ പ്രയോഗിക്കാൻ ഡാനിയൽ മൈക്കിളിന് നിർദ്ദേശം നൽകി. അതുവഴി GPS അഴിമതിയും നിയമവിരുദ്ധ കാരണങ്ങളും ലൈംഗികാതിക്രമങ്ങൾ ഒളിച്ചുവെച്ചതും നളിനിയുടെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളും അതിന്റെ തെളിവുകളും മൈക്കിൾ പുറത്തു കൊണ്ടുവന്നു. അത് തന്റെ വ്ലോഗിലൂടെ ഡാനിയൽ പബ്ലിക്കാക്കുകയും ചെയ്തു. അതോടെ പുറത്ത് ശക്തിക്കും GPS-നുമെതിരെ രാജ്യവ്യാപകമായ ജനരോഷമുയരുകയാണ്. അതേസമയം റഹീമും സംഘവും ആതിര ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ എത്തിച്ചേർന്നിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതോടെ ആതിരയെ കൊന്നുതള്ളാൻ കോടതി മുഖേന നിരപരാധികളാകാൻ ശക്തി സൊല്യൂഷൻ ശ്രമിക്കുമെന്ന് ഡാനിയൽ മുൻകൂട്ടി കണ്ടിരുന്നു. റഹീമിനോട് ആതിരയ്ക്ക് സുരക്ഷ ഒരുക്കാൻ ആവശ്യപ്പെട്ടതും ഡാനിയൽ തന്നെയാണ്. പക്ഷേ അവിടുണ്ടായിരുന്ന റഹീമിന് ശക്തി വാടകയ്ക്കെടുത്ത കൊലയാളികൾ വ്യാജ ഐഡന്റിറ്റിയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും അവിടുത്തെ സെക്യൂരിറ്റിയായ ഓഫീസറുടെ ഷിഫ്റ്റ് മാറുന്നതോടെ ആതിരയെ കൊല്ലാൻ കാത്തുനിൽക്കുകയാണെന്നും മനസ്സിലായി. റഹീം ആ ഓഫീസറുടെ അടുത്തെത്തി ആ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. റഹീം തന്റെ ID കാർഡ് വെളിപ്പെടുത്തിയതോടെ കാവൽക്കാരൻ റഹീമിനെ വിശ്വസിച്ചു. ആതിരയെ രക്ഷപ്പെടുത്താൻ കാവൽക്കാരൻ അദ്ദേഹത്തെ ICUവിലേക്ക് കടത്തിവിട്ടു. റഹീം അതോടെ ആതിരയെ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കാൻ തുടങ്ങി. കൊലയാളികൾ അത് തിരിച്ചറിഞ്ഞ് ആതിരയെ കൊല്ലാൻ അകത്തേക്ക് കടക്കാൻ തുടങ്ങിയെങ്കിലും ഓഫീസർ കുറച്ചു സമയത്തേക്ക് അവരെ തടഞ്ഞു നിർത്തി. ആതിരയെ ഒരു ലിഫ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് കൊലയാളികളെ വിശ്വസിപ്പിച്ച് റഹീം അവരുടെ ശ്രദ്ധ തിരിച്ചു. അവർ അദ്ദേഹത്തെ പിന്തുടർന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വീൽചെയറിൽ ഉണ്ടായിരുന്നത് റഹീം അടിച്ചു വീഴ്ത്തിയ കൊലയാളികളിൽ ഒരാളായിരുന്നു. തന്റെ ആളുകളെ ഉപയോഗിച്ച് ആതിരയെ റഹീം രക്ഷപ്പെടുത്തിയിരുന്നു. ലിഫ്റ്റിനുള്ളിൽ വെച്ച് റഹീമിനെതിരെ കൊലയാളി സംഘം പോരാടി. റഹീമും അവർക്കെതിരെ തിരിച്ചടിച്ചു. തന്റെ വാക്കിംഗ് സ്റ്റിക്കിൽ ഒളിപ്പിച്ച കടാരുപയോഗിച്ച് റഹീം അവരെ വധിച്ചു. എന്നാൽ പോരാട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് നിരവധി തവണ കുത്തേറ്റിരുന്നു. പരിക്കുകളാൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. റഹീമിന്റെ മരണവാർത്തയറിഞ്ഞ് ഡാനിയലും മൈക്കിളും ആശുപത്രിയിലേക്ക് കുതിച്ചെത്തി. കാവൽക്കാരൻ സംഭവത്തെക്കുറിച്ച് അവരോട് വിശദീകരിച്ചു. ഡാനി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ സമയം റഹീം മോഴ്സ് കോഡിലൂടെ തങ്ങളോട് സംവദിച്ചിട്ടുണ്ടെന്നും ആതിരയെ എങ്ങോട്ടേക്കാണ് മാറ്റിയത് എന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡാനിയൽ തിരിച്ചറിഞ്ഞു. ഒലിവ് 12C എന്നായിരുന്നു ആ മോഴ്സ് കോഡിന്റെ ഡീകോഡിംഗ്. അത് ജ്യോതിയുടെ അപ്പാർട്ട്മെന്റ് ആണെന്ന്
ആണെന്ന് അത് കേട്ടതും മൈക്കിൾ പറഞ്ഞു. വൈകാതെ അവർ അങ്ങോട്ടേക്കെത്തി. അവിടെ സുരക്ഷിതയായി ആതിരയുണ്ടായിരുന്നു. കൂട്ടത്തിൽ ലതികയും മായിഷയും ഉണ്ട്. പിന്നാലെ മൈക്കിളിനെയും മായിഷയെയും ഇരുത്തിക്കൊണ്ട് ഡാനിയൽ പുതിയൊരു വ്ലോഗ് ഷൂട്ട് ചെയ്തു. ആതിരയെ കൊണ്ടും മൈക്കിളിനെ കൊണ്ടും ഉണ്ടായ സത്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഡാനിയലിന്റെ ലക്ഷ്യം. ആതിര തന്റെ കാര്യങ്ങൾ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ അവൾ പൂർണ്ണമായും A+ വാങ്ങി. അങ്ങനെയാണ് ഗവൺമെന്റ് മുഖേന അവൾക്ക് ആ ലാപ്ടോപ്പ് സമ്മാനമായി കിട്ടിയത്. അവളും കുടുംബവും വലിയ സന്തോഷത്തിലായിരുന്നു. ആദ്യമൊക്കെ പഠിക്കാൻ മാത്രം ഉപയോഗിച്ച ലാപ്ടോപ്പ് പിന്നീട് സിനിമ കാണാനും മറ്റും അവർ ഉപയോഗിച്ചു തുടങ്ങി. ഒറ്റമുറി വീടായതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ വസ്ത്രം മാറുമ്പോ അവളുടെ അച്ഛനും സഹോദരനും പോലും പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. പിന്നീട് ആതിര പറഞ്ഞു, എൻട്രൻസ് എക്സാം എന്താണെന്ന് പോലും അറിയാത്ത എന്റെ അച്ഛൻ എന്നെ നീറ്റ് കോച്ചിങ്ങിന് ചേർത്തു. അപ്പോഴാണ് മൈക്കിൾ സംസാരിക്കുന്നത്. ആ ലാപ്ടോപ്പ് വിതരണം ചെയ്യപ്പെട്ടപ്പോഴേ അതിനകത്ത് ഒരു സർവൈലൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതിലൂടെ കമ്പനിക്ക് ഓരോ വീട്ടിലും പ്രശ്നങ്ങള് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആതിരയുടെ കാര്യത്തിൽ അത് ആതിരയുടെ കോച്ചിങ് ഫീസ് ആയിരുന്നു. ഒരു ലോൺ അടയ്ക്കാൻ മറ്റൊരു ലോൺ എടുപ്പിക്കുക. ശക്തി സൊല്യൂഷൻസ് കൂടുതൽ വരുമാനം കണ്ടെത്തിയിരുന്നത് അത്തരം കോൾ സെന്ററുകൾ ഉപയോഗിച്ചാണ്. ഒരുപാട് പേപ്പേഴ്സ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഓൺലൈൻ ലോണുകൾക്ക് പാവം ആളുകൾ വഴങ്ങും. കോച്ചിങ് ഫീസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആതിരയുടെ അച്ഛനെ അങ്ങനെയാണ് അവർ ലോൺ എടുപ്പിച്ചത്. ആതിരയുടെ അച്ഛൻ ലോൺ അടയ്ക്കാതെ വന്നതോടെ അവർ സ്പൈവെയർ ഉപയോഗിച്ച് കളക്ട് ചെയ്ത ആതിരയുടെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. മൈക്കിൾ പോയിന്റ് വ്യക്തമാക്കി. നാണക്കേടാണ് കുറ്റബോധത്തെക്കാൾ ഏറ്റവും വലിയ കാര്യം. ശക്തി ടാർഗറ്റ് ചെയ്യുന്നത് ആളുകൾ അനുഭവിക്കുന്ന ആ നാണക്കേടിനെയാണ്. നാണക്കേട് പേടിച്ച ആളുകൾ പൈസ വേഗം തിരിച്ചടയ്ക്കും. അതിന് കഴിയാത്തവർ ആതിരയുടെ അച്ഛനെ പോലെ ആത്മഹത്യ ചെയ്യും. ഡാനിയൽ ആ വ്ലോഗ് പുറത്തുവിട്ടതോടെ ശക്തി കോർപ്പറേഷനും JPSനുമെതിരെ ശക്തമായ ജനരോഷം ഇരമ്പി. ശക്തിയുടെ ഓഫീസ് കെട്ടിടങ്ങൾ ആക്രമിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കടന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ ശക്തി തങ്ങൾക്കെതിരെ തെളിവുകൾ ഇല്ലാതാക്കാൻ കമ്പനിയിലെ എല്ലാ ലാപ്ടോപ്പിന്റെയും ഹാർഡ് ഡ്രൈവ് അടക്കം നശിപ്പിക്കാൻ എംപ്ലോയീസിന് ഉത്തരവ് നൽകി. JPSും ഡോക്യുമെന്റ്സ് ഒക്കെ നശിപ്പിക്കാൻ ആരംഭിച്ചു. JPS ഈ സമയം മകനായ ശക്തിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി ശക്തിക്ക് അറിയാമായിരുന്നു. ഡാനിയൽ അത് കേൾക്കുന്നുണ്ടെന്നും ഡാനിയലിനടക്കം കേൾപ്പിച്ചുകൊണ്ട് ശക്തി സംസാരിച്ചു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. മുമ്പ് ശക്തി പറത്തിയ ആ ഫൈറ്റർ ജെറ്റിന്റെ കോക്പിറ്റിൽ തീ പിടിച്ച് അപകടമുണ്ടാവാൻ പോയിരുന്നല്ലോ. അത് യാഥാർത്ഥ്യത്തിൽ ശക്തിയുടെ തന്നെ പിതാവ് JPS സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആസൂത്രണം ചെയ്തതായിരുന്നു. തന്റെ മകൻ മരിച്ചാലും രാഷ്ട്രീയത്തിൽ തനിക്കുന്നതിയുണ്ടാകണം എന്നു മാത്രമായിരുന്നു JPS എന്ന് ചിന്തിച്ചത്. താനതൊക്കെ മനസ്സിലാക്കിയത് ആ ഫോൺ കോളിലൂടെ വ്യക്തമാക്കിയ ശക്തി, ഇതൊക്കെ നിനക്കറിയാവുന്നത് കൊണ്ടല്ലേ നീ എന്റെ കൂടെ നിന്നത് എന്ന് മൈക്കിളിനോട് ചോദിച്ചു. മൈക്കിളും ഡാനിയലിനോട് ശക്തി പറയുന്നത് സത്യമാണെന്ന കാര്യം തനിക്കറിയാവുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു. അങ്ങനൊന്നും അല്ലെന്ന് JPS മകനോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സത്യങ്ങൾ മനസ്സിലായിരുന്ന ശക്തി അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. എല്ലാ സത്യങ്ങളും പുറത്തു വന്ന സ്ഥിതിക്ക് അപമാനിതനായി മരിക്കുന്നതിലും നല്ലത് JPS ഒരു ആത്മഹത്യ ചെയ്ത് രക്തസാക്ഷിയായി മാറുന്നതാണ് എന്ന് പറഞ്ഞ ശക്തി തനിക്ക് വേണ്ടി അത് ചെയ്യാൻ പിതാവിനെ നിർബന്ധിച്ചു. അങ്ങനെ ശക്തിയുടെ നിർദ്ദേശങ്ങൾ കേട്ട് JPS തോക്കെടുത്ത് വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അത് കേട്ട അക്ഷരാർത്ഥത്തിൽ ഡാനിയലും മൈക്കിളും ഞെട്ടിയിരുന്നു. പ്രതിഷേധക്കാർ ശക്തി സൊല്യൂഷൻസ് കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറി എല്ലാം അടിച്ച് തകർക്കാൻ തുടങ്ങി. ഈ സമയം രഹസ്യ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് സെർവർ വഴി അപ്ലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് മാറ്റാനായി മൈക്കിൾ സെർവർ റൂമിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു. ശക്തി മൈക്കിളിനെതിരിടാൻ അങ്ങോട്ടേക്ക് എത്തി. തന്റെ നീക്കങ്ങൾ പൂർണ്ണമായതും ശക്തിയുമായി മൈക്കിൾ ഏറ്റുമുട്ടലിലേക്ക് കടന്നു. ഒടുവിൽ ഡാനിയൽ അന്തിമ പോരാട്ടത്തിനായി അവിടെ എത്തിച്ചേർന്നു. പരസ്യമായി കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിക്കാൻ ശക്തിക്ക് ഡാനിയൽ അവസാനമായ ഒരു അവസരം നൽകി. എന്നാൽ ശക്തി അത് നിരസിച്ചു. ഒടുവിൽ നളിനിയെയും ജ്യോതിയെയും കൊല്ലാൻ ശക്തിയും സംഘവും ഉപയോഗിച്ച അതേ VX നെർവ് ഏജന്റ് ഡാനിയൽ ശക്തിയുടെ മേൽ സ്പ്രേ ചെയ്തു. പരിഭ്രാന്തനായ ശക്തി പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും VX വിഷത്തിനുള്ള മറുമരുന്ന് ഉടൻ കഴിക്കാൻ കാറെടുത്ത് പായാനും ആരംഭിച്ചു. എന്നാൽ വഴിയിൽ വെച്ച് പ്രതിഷേധക്കാർ ശക്തിയെ പിന്തുടർന്നു. എല്ലാം കൊണ്ടുമാകെ താളം തെറ്റിയിരുന്ന ശക്തിക്ക് വണ്ടി നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചില്ല. നിയന്ത്രണം വിട്ട് ശക്തിയുടെ കാർ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ ശക്തി കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് മൈക്കിൾ കോടതിയിലെത്തി ശക്തി സൊല്യൂഷൻസിനെതിരെ മൊഴി നൽകി. പെരിസ്കോപ്പ് ഓപ്പറേഷൻ തുറന്നുകാട്ടി. ഡാനിയൽ ഡൽഹിയിലേക്ക് മടങ്ങി റഹീം സാഹിബിന്റെ വീട്ടിലെത്തി നിന്നു. ഈ സമയം വീണ്ടും ഇന്ത്യൻ ഇന്റലിജൻസിലേക്ക് വരാൻ വേണ്ടി ഡാനിയലിനെ മേധാവി ക്ഷണിച്ചു. പക്ഷെ ഡാനിയൽ ചില കണ്ടീഷൻസ് വെച്ചു. അതിലൊന്ന്, എല്ലാവരും തഴഞ്ഞ റഹീം സാഹിബിന് വേണ്ട ആദരവ് നൽകണമെന്നും റഹീം സാഹിബിന്റെ പേര് നാഷണൽ വാർ മെമ്മോറിയൽ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു. ഒടുവിൽ ഡാനിയലിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു.
അന്നവിടുത്തെ ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഡാനിയൽ മടങ്ങുമ്പോൾ DRW മേധാവി ശ്രീധരൻ ഡാനിയലിനടുത്തെത്തി ഡാനിയലിനോട് സംസാരിച്ചു. നിങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെയും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ചീഫ് ഡാനിയോട് തിരികെ വരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞു. കൂട്ടത്തിൽ ചീഫ് ഡാനിയലിനെ ഗ്രേറ്റ് ഇന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചു എന്നും കൂട്ടിച്ചേർത്തു. ഉടൻ വന്നു ഡാനിയുടെ മറുപടി. എന്ത് ഗ്രേറ്റ് ഇന്ത്യൻ എന്നാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ട്രൈറ്റർ എന്നാണോ അതോ ഗ്രേറ്റ് ഇന്ത്യൻ പാട്രിയറ്റ് എന്നാണോ? ചീഫിനോട് ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ. അതും പറഞ്ഞ് ഡാനി നടന്നു നീങ്ങുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ പാട്രിയറ്റ് എന്ന ഈ ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.